ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കവിത ബിജു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മളിവിടെ ചുണ്ട തട്ടുമേൽ തെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുണ്ട്. എന്ന് വെച്ചാൽ പെങ്ങളും മക്കളും. അപ്പോൾ ബിജുവേട്ടൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കൈ കഴുകുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോയിട്ടില്ല. ബിജുവേട്ടൻ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പം പിന്നെ പോയി വെയിലിന് ചൂടൊക്കെ ഇരുന്ന് പ്രശ്നമാകേണ്ട വെച്ച് പോയില്ല. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ കൂടിയത് പെങ്ങളെ മോളാണ് കേട്ടോ, നന്ദൂട്ടി. അവളിങ്ങനെ ഇരുന്ന് മൊബൈൽ എന്തോ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി വന്നപ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ നമുക്കൊരു ചക്ക കിട്ടി. പെങ്ങൾ വരൊക്കെ വന്ന് നമ്മൾ ഇവിടെ നിന്ന് ചക്ക ഒപ്പിക്കും. അവൾക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഈ വർഷത്തെ ഇപ്പോൾ ചക്ക എല്ലായിടത്തും ആയി വരുന്നല്ലേ ഉള്ളൂ. ചക്ക പക്ഷേ നല്ലോണം മൂത്തില്ല കേട്ടോ, കുറച്ചും കൂടി മൂക്കാനുണ്ട്. അങ്ങനെ നമ്മളോരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചക്ക തിന്ന് അങ്ങനെ ഞാനൊക്കെ ചക്ക തിന്ന് ഞാൻ ആ ചക്ക കടിച്ച് പറിച്ച് വലിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചച്ചക്ക എന്നിട്ട് വയറുവേദന എടുക്കുന്നൊക്കെ അമ്മയും ബിജുവേട്ടനും പറയുന്നുണ്ട്. വയറുവേദന എടുക്കേണ്ടതെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ചക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വേവിച്ച ചക്കയാണ് കൂടുതൽ ഇഷ്ടം. പച്ചച്ചക്ക അങ്ങനെ തിന്നാറില്ല. എന്നാലിപ്പം പുതിയ ചക്ക കണ്ടപ്പോൾ ആ ഒരു കൊതിക്ക് ഇങ്ങനെ കടിച്ചുകൊണ്ട് തിന്നായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചക്ക മുറിച്ചിട്ട് ഭയങ്കര ചൂട് തന്നെ, ഭയങ്കര അമിതമായ ചൂടാണ് ഇവിടെ, സഹിക്കാൻ പറ്റാത്ത ചൂട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തെയ്യത്തിന് പോകാതിരുന്നത്. ഈ ചൂടും കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ പോയിട്ട് എന്തെങ്കിലും സുഖമില്ലാണ്ടാവേണ്ട വെച്ച് ഞങ്ങൾ പോയില്ല. അങ്ങനെ ചക്കയും ചിക്കനായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചക്കയും ചിക്കനും തിന്നു. ഞാനും ബിജുവേട്ടൻ കഴിച്ചില്ല. നമ്മളിപ്പോൾ ചൂടായപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് അവർ ചക്കയും ചിക്കനും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെങ്ങളാണ് ഇവൾ, സ്മിത എന്നാണ് പേര്, ബിജുവേട്ടൻ്റെ ഇളയ പെങ്ങൾ. ഇതിപ്പുറത്തിരിച്ച് മിച്ചർ കഴിക്കുന്നത് ബിജുവേട്ടൻ്റെ ഇളയ മോള് ചിന്നൂസ്. അവൾക്ക് ചക്ക വേണ്ട. അപ്പോൾ അവൾ മിച്ചർ തിന്നുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നവളെ കളിയാക്കിയിട്ട് അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടി. എല്ലാവരും ഉണ്ടായില്ല കേട്ടോ, മൂത്ത പെങ്ങളൊന്നും വന്നില്ല. അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. നന്ദൂട്ടി ചക്ക നിന്ന്. ഇപ്പോൾ ഞാൻ ചക്ക തിന്നാത്തോണ്ട് അവൾ മാമി ചക്ക നിന്ന് മാമി എന്നിട്ട് എനിക്ക് ചക്ക വായിൽ ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് നോക്കി വന്നിട്ട്. അങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ചക്ക നന്നായിട്ടുണ്ട്. ചിക്കനും കൂട്ടിയാണ് അമ്മ ചക്ക നിന്ന്. എല്ലാവരും ചക്ക തിന്നു. ഇപ്പോൾ അവർ പോകും, എല്ലാവരും കൂടി പോകാൻ റെഡിയാണ്. പെങ്ങളും മക്കളിലിപ്പം പോവും. അപ്പോൾ അവർ റെഡിയായി, വണ്ടി വിളിച്ചിട്ടുണ്ട്. ഇപ്പം വണ്ടി വന്നപ്പോൾ ഇപ്പോൾ അവർ പോവും. അങ്ങനെ അവൾ റെഡിയായി, അവർ യാത്രയായി. പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ അവൾ ടാറ്റയൊക്കെ പറഞ്ഞ് അവളങ്ങനെ കണ്ണൂർ പിലാത്രയാണ് അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അവൾ അങ്ങോട്ട് പോവാണ്. ഇനിയിപ്പം നമ്മൾ മാത്രമായി. അങ്ങനെ ചക്ക തിന്നാണ്ടിരിക്കുന്നത് നമുക്ക് അച്ഛനപ്പം വരുമ്പോൾ പത്തലുണ്ടെന്ന്. അങ്ങനെ ഞാൻ ബിജുവേട്ടനും ചക്ക തിന്നാണ്ട് പത്തലും ചിക്കനും കൂടി അടിച്ചു മാറ്റി. അങ്ങനെ ഏട്ടൻ തിന്ന് ഞാനിപ്പുറത്തിരിക്കുന്നുണ്ട്. ഭയങ്കര ചൂടായതുകൊണ്ട് ഷർട്ടൊക്കെ അയച്ചിട്ട് വീഡിയോ പിടിക്കുമ്പോൾ ചീത്ത ആകുന്നുണ്ട്. ഷർട്ട് ഇടാണ്ട് വീഡിയോ പിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് മൈൻഡാക്കാണ്ട് വീഡിയോ പിടിച്ചു. അങ്ങനെ ഞാനും പത്തൽ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പത്തലും ചിക്കനും കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടൊന്നും വകവെച്ചില്ല. ചിക്കൻ കഴിച്ചാൽ പൊതുവെ ഭയങ്കര ചൂടല്ലേ, സഹിക്കാൻ പറ്റില്ല ചൂട്. എന്നാലും ചിക്കൻ കാലൊക്കെ കടിച്ച് പറിച്ച് തിന്ന് ഞാൻ. ഭയങ്കര ഇഷ്ടമാണ് ചിക്കന് ചൂടിന് പ്രശ്നമാണ്. അതൊന്നും കാര്യമാക്കില്ല, വല്ലപ്പോഴല്ലേ കഴിക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടം ചെയ്തിട്ടുണ്ട് എല്ലാവരും കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയൊക്കെ അറിയിക്കട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ, പകുതിക്ക് വെച്ച് നിർത്തരുത്. കാണുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സഹകരിക്കുക. മെസ്സേജുകളിലൊക്കെ നിങ്ങളെ സ്നേഹം അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായി നാളെ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.